മണിമാനസം വന്ദേലോലു പടുമാത്തം മക്കളെ മണിമാനസം. ഹായ്, എന്തൊരു കഷ്ടമാണ്. എല്ലാവരും ഉറക്കത്തോടൊറുക്കം. എന്തൊരു കഷ്ടമാണ്. ഞാനും കൂടി ഒന്ന് ഉറങ്ങട്ടെ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോയത്. അയ്യോ, ജേക്കിന്റെ മേലെയുള്ള കുടിക്കുക. കുഴപ്പമില്ല. അയ്യോ അയ്യോ, എന്തുവാണ്? ആരെന്റെ മേത്ത് കിടന്ന്? നിന്റെ മേത്ത് ആരും എടുക്കാൻ? ഓരോന്റെ മേത്ത് കിടന്നു. തോന്നുന്നു ഞാനിപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങില്ലേ. എല്ലാ കുട്ടിയും എന്റെ തലയിടും. അനിച്ചിനെ കൊണ്ട് എവിടെയാണോ? എന്തുവാടാ അവിടെ ഇല്ലടാ. എന്നെ ഞാൻ ഇന്ന് കൊന്നു കളയടാ. എന്തുവാടാ എന്റെ മേത്ത് കിടന്നല്ലടാ. ഇത് ഈ ഫുള്ള് പൂളില് കിടന്നാ മതി. എന്തൊക്കെ പറയണ്? അങ്ങോട്ട് പോയി. അയ്യോ, ഞാനും കൂടി പോകണ്ടല്ലേ പണ്ടാറ കിടക്കാൻ. അല്ലാന്നേ കുറെ നേരയില്ലേ. അപ്പൊ ഇന്ന് എന്ത് പരിപാടി ചെയ്യാ അത് എനിക്കറിയോ? ഇന്നിപ്പോ എന്തിപ്പോ പരിപാടി ചെയ്യാ? എനിക്കാണെങ്കിലും ഒന്നും പിടി കിട്ടുന്നില്ല. ഇപ്പോഴൊക്കെ എനിക്ക് പിടികിട്ടി. ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്യാത്തൊരു കാര്യം ഇപ്പോഴാണ് എനിക്കൊരു ഓർമ്മ കിട്ടി. ഇൻഡിപെൻഡൻസ് ഡേ ട്രെയിൻ. ഇനി നമുക്കൊന്ന് ഇൻഡിപെൻഡൻസ് ഡേ ട്രെയിൻ ഉണ്ടാവും നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കാർ ഷോറൂമിലേക്ക് പോവാം. അവിടെ കിട്ടുമെന്നറിയില്ല. പക്ഷെ അവിടെ ഉണ്ടാവും സാധ്യത കുറവാണ്. പക്ഷെ ചിലപ്പെങ്കിൽ ഉണ്ടാവും കേട്ടോ. അമ്മ ഇന്ന് ഒറ്റക്കാക്കിട്ട് പോവല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നേരെ പോകാം. അയ്യോ, വഴി തെറ്റിയല്ലേ പണ്ടാറങ്ങാൻ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോവാം. അപ്പോൾ ഇത് കൂടെ പോവാ. എൻ്റെ അമ്മ ഇപ്പോൾ ഇതായിരുന്നേ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോവാം. അപ്പോൾ എത്തി. ഇതാ അമ്മ നിർത്തിക്കോളൂ. എൻ്റെ അമ്മ ഇതാണ്. ഇതന്നെ. അപ്പോ ഗൈസ് നമുക്ക് നേരെ പോവാ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോയ്? ഇതെന്താ ആരും ഇവിടെ കാണാത്ത? എന്തൊരു കഷ്ടമാണിത്. ആരും കാണാനില്ലല്ലോ. എൻ്റെ അമ്മോ, ആരും നിങ്ങൾ ഞാനിവിടുത്തെ കടക്കാരെ അപ്രതീക്ഷിതമായി വന്നല്ലോ. എന്താ വല്ല കാറും പാടാ? കാറല്ല വേണ്ട, പിന്നെ സ്കൂട്ടിയല്ല, പിന്നെ ബൈക്കല്ല, പിന്നെ നിന്റെ എന്തെങ്കിലും വാർഷികാവോ എന്തെങ്കിലും വേടാ? അതുമല്ല. എന്താ പിന്നെ എന്തെങ്കിലും പറ വേണമെങ്കിൽ. ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ട്രെയിൻ തരാൻ പറ്റുമോ? ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ട്രെയിനോ? അത് ഇവിടെ ഉണ്ടോന്നറിയില്ല. പക്ഷെ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കാനാണ്? ഇവിടെ നോക്കാം, കിട്ടുമോ നോക്കാം. അത് ഞാൻ ഒന്ന് നോക്കി നോക്കട്ടെ. കിട്ടും, ഒപ്പിക്കാം. പക്ഷെ നീ അതിനായിട്ട് 3 ടാസ്ക് ചെയ്യണം. 3 ടാസ്ക്. എന്ത് ടാസ്ക്? ഒന്നാമത്തെ ടാസ്ക്, നീ പോലീസുകാരെ എല്ലാവരെയും ഒന്ന് കൊന്നു കളയണം. കൊന്നുകളയേ. എന്തിന്? എനിക്ക് പ്രതികാരം ഉണ്ടായി. പിന്നെ നമ്മളെന്ത് വേണം? ഒരു മിനിറ്റ്. ഇതെന്തിനാ? ഇത് ഹെൽത്തിന് വേണ്ടിട്ടാ. ഓക്കെ. എന്നിട്ട് ആർമിക്കാരെ കൊന്നുകളയണം. പക്ഷെ എന്തിനാടാ? എന്നിട്ട് വില്ലേജിൽ പോയിട്ട്
ഞാൻ ഫോണിലേക്ക് അയച്ചുതരാം. ആ ഒരു സ്ഥലത്ത് ഉള്ള ഒരു ആളുണ്ട്, അയാളെ നീ പോയി കൊല്ലണം. ആ 3 ടാസ്ക് ചെയ്താൽ ആ ഒരു ട്രെയിൻ തരാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ പോയി ആ ഒരു ടാസ്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെ കൊല്ലാം. കേറടാ, നീ ഇപ്പൊ ഒരു കുറ്റക്കാരനാവട്ടോ. ഓ ഏയ് ഏടെ ഷിൻചാനെ, ഈ എന്താ അവിടെ ഇരിക്കണേ? എനിക്കെന്താ? ഏയ് ഈ വരുന്നില്ല. ഞാൻ പറയണ്ട, ഞാനില്ല, അവിടെ പോവോ? പിന്നെ ഉണ്ടാവോ? നീ എവിടേക്കെല്ലാം പോവോ? അത് നീ ഏതെങ്കിലും വട്ടം നീ അങ്ങനെ പറയണ്ട, ഞാനില്ലെന്ന്. എന്നാ നിനക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് പോവാൻ സൗകര്യമില്ല, എനിക്ക് പറയാൻ. എന്തൊരു കഷ്ടമാണിത്. അപ്പൊ നമുക്ക് നമുക്ക് നേരെ നമ്മുടെ ബൈക്കിൽ പോവാ. എന്റെ അമ്മ ഗൈസ്, 1 നമ്പർ സ്റ്റൈലാണ്. നല്ല തക്കാളിയൊക്കെ ഭയങ്കര സ്റ്റൈലാണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതിപ്പോ വാങ്ങിക്കണ്ട, അല്ല പിന്നെ എന്ത് കാട്ടാനാ. അപ്പോ ഗൈസ്, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാവുന്നവരെ പോകാം. വഴി തെറ്റി, ഞാൻ വീട്ടിലേക്കാന്ന് വിചാരിച്ചു. വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. പക്ഷെ എന്തൊരു കഷ്ടമാണിത്. അപ്പോ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. നേരെ പോയാൽ മതിയായിരുന്നു. നേരെ നമുക്ക് ഇങ്ങോട്ട് പോകാം. എന്തൊരു കഷ്ടമാണിത്. ഇത് കുറേ ടൈം എടുക്കും ഗൈസ്. പിന്നെ പട്ടാളംകാരൊക്കെ എന്താണ് ആർമി ബേസിലൊന്നല്ല ഉണ്ടാവും, അപ്പട്ട ഉണ്ടാവും. എവിടെ? നമ്മുടെ 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 ഇവിടെ നമ്മുടെ സ്വന്തം പാർക്കിലുണ്ടാവും. എന്തുവാടാ ഇത്? എത്ര നേരമായി എന്താ ദബടെ പറയുന്നു. മനുഷ്യന്മാർക്കെന്ത് പോറടിയുണ്ട്. തള്ളി മുട്ടി അവിടെ അങ്ങനെ നിന്നോ. ഇതപ്പോ വണ്ടി ഇടിക്കും ചെയ്യും. ഇന്റെ ബൈക്കല്ലേ, അതിന് കണക്കെന്താ? ഒന്നുമില്ല. അപ്പൊ ഗൈസ്, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇത് വണ്ടി ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പോലീസുകാരെ ഒരു ക്രൈം ചെയ്യാം. ഹലോ പോലീസ്, എന്തുവാണ് ചേക്ക്? നിനക്ക് സുഖമല്ലേ? എനിക്ക് സുഖമൊക്കെ തന്നെ. നിങ്ങൾക്ക് മരിക്കാൻ അങ്ങനെ ഉണ്ടോ? എന്തിന്? ആരാളുടെ ദിനം ആക്രമിച്ച അവനെ ഇപ്പം ഞങ്ങൾ കൊല്ലും. എന്നാ ഞാൻ കൊല്ലട്ടെ? എന്തിന് ഇപ്പൊ തന്നെ? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതോ? ഇതൊന്നും ചെയ്യാൻ. അയ്യടാ, നിന്നെ ഞാൻ അയ്യോ. എന്താ നിനക്ക് കുഴപ്പമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല, നിങ്ങളെന്താ ഇന്നെ ഇതാക്കാമെന്ന്? എടാ, നീ ബോധം കെട്ട് കിടക്കതായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാ ബൈക്ക് പറ്റി. ഓഹോ, നീ കാരണം നേട്ടം കാരണം സ്വന്തം അനിയന് ബൈക്ക് പറ്റി. എന്ത് കണ്ടനാ? അപ്പൊ നമുക്ക് മിഷൻ 2 ചെയ്യില്ലേ? എന്തിനാണോ എനിക്കെന്നെ പഠിത്തു. മറ്റുമാര് ഒരു സ്റ്റിച്ചിന്റെ അടുത്ത് 2 സ്റ്റിച്ച് ആവണോ? വേണം. പിന്നെ നിന്റെ ഇടി ഞങ്ങൾ കൊണ്ടുപോയില്ലട്ടാ. കൊണ്ടുപോയില്ലെങ്കിൽ നിനക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചതേ ഞാൻ ഉണ്ടാവില്ല. അയ്യോ, വേണ്ട, ഞാൻ കൊണ്ടുപോകും. എന്ത് വയറക്കണം? എന്തിനാടാ ഷിൻചാനെ? അത് ഇന്റെ കാര്യല്ലേ. അമ്മച്ചി ഒരാൾ അയ്യച്ചി. ഒരു മിനിറ്റ്, നീ പണിക്ക് പോണ്ടടാ ഫിലിപ്സ്. നീ വേഗം കേറി വന്ന് കേറണ. അടിക്കാൻ കേറി ഷിൻചാനെ, അടിക്കാൻ കേറണ. ഇത് ചെയ്യണ്ടടാ ഷിൻചാനെ, വേണ്ടടാ. ഷിൻചാനെ വേണ്ടടാ, നീ ഇങ്ങനെ പട്ടി വാ. എനിക്ക് അമ്മ മാറേ. എടാ കേറണ ഷിൻചാനെ, കേറ് ഷിൻചാനെ, കേറടാ. വേണ്ട ഷിൻചാനെ കേറടാ. എടാ ഷിൻചാനെ, കേറടാ.
ഷിജാനേടാ എന്റെ ഹെൽത്ത് വരെ ഫുള്ളായി. നീ എന്തെങ്കിലും ചെയ്യടാ. ചെയ്യടാ അതല്ലേ ഏതാ ഷിജാനെ നീ വേഗം വന്ന് കേറണ. ഷിജാനെ എന്താടാ കാട്ടിന് ഇവിടെ കൊള്ള പോലീസിന്റെ മോനെ. ഷിജാനെ വന്ന് കേറ് വേഗം. എടാ ഷിൻചാനൊന്ന് കേറടോ, സമയം വൈകിക്കൊണ്ടിരിക്കാണ്. പോലീസുകാരെ കൊണ്ട് വേഗം കേറ്, വേഗം കേറ. ഇനെങ്കിലും വേഗം കേറ് കേറ്. ഷിൻചാന അന്നെ കൂട്ടാ ഇനി പോട്ടാ. ഷിൻചാന് എന്താടാ കാട്ടുന്നേ? അങ്ങനെ നല്ല കുട്ടിയായിരുന്നോണ്ടു എന്താടാ ഈ കാട്ടി മഞ്ചമാരി കൂടി ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നേരം പോകാം. ഈ ഷീച്ചാരി കാരണം ഇത്ര വൈകി. ഈ ഷീച്ചാരി അടിക്കില്ല, ഇതാക്കാൻ സമ്മതിക്കില്ല. ഹേയ് അപ്പോ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വില്ലേജിക്കുള്ള വഴിയാ. വഴി തെറ്റി നേരെ ഇങ്ങോട്ട് തിരിച്ചോളി. നേരെ പോയിക്കോളി. ഇത് ഷോർട്ട് കട്ടാ ഗൈസ്. ഷോർട്ട് കട്ട് എടുത്താൽ വേഗത്തും കണ്ടാ. ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഓക്കെ ഗൈസ് ഇത്ര പെട്ടെന്ന് കണ്ടോ എൻ്റെ വീട്ടിലെത്തി. അതിൻ്റെ കണ്ണ് പെട്ടെന്ന് അത് കൂടെ എത്തായിരുന്നു. എല്ലാം നീ വെറുതെ ഇതാക്കാണ്. ഹേയ് ഞാൻ എന്താക്കാനാണ്? നീയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ എന്ത് കാരണം? ഹേയ് ഒന്നുമില്ലേ. ഹേയ് പാണ്ടാറടക്കാൻ. അപ്പൊ ഗൈസ് എന്തായാലും നമുക്കൊരു അയ്യോ പണി പാളി. അപ്പൊ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ പോകാം. ചേടാ ഇതെന്തൊരു കഷ്ടമാണ്. ഇവിടെ നമുക്കിനി തരയാം. അവിടെ നോക്കിക്കേ കുറച്ച് ആൾക്കാർ വീണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഒരു ഉദ്ദേശിച്ച ആർമിന്ന് തോന്നുന്നു അയാള്. മിക്കവാറും അതന്നെയാവും. അത് എന്താണ് സൂട്ടും കോട്ടൊക്കെ വേറെ ആക്കിയിട്ട് വന്നതാവും. പക്ഷെ എന്തൊരു കഷ്ടമാണ് ഗൈസ്. മഴ കാരണം ഒന്നും മനസ്സിലാവണില്ല. കാണാ ഇപ്പം മനസ്സിലായി. ഈ മഴ കാരണം എന്തില്ല ആകെ വെള്ളമൊക്കെയാണ്. ഓക്കെ ഒരു തല തീർത്തുണ്ട്. ഈ ഗൈസ് ഈ വെള്ളമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ്ട ഇതായിട്ട് എന്ത് മനസ്സിലാവാനാണ്? ആകെ വെള്ളമൊക്കെയാണ്. അടുത്തോനെ തീർത്തു. ഇനി അടുത്തോൻ എന്താ ഓക്കെ അടുത്ത മൊട്ടൈന് തീർത്തു. എല്ലാം മൊട്ടൈന് തീർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത പണി ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് ഒന്ന് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇതെന്താ അറിയോ? അതെ ഒരു കാലിട്ടാ വേറെ ടാസ്ക് ഉണ്ട്. അത് ഉള്ള ടാസ്കാണ്. 4 ടാസ്ക് ഉണ്ട്. അത് ഞാൻ 3 ടാസ്ക് അത് വെറുതെ പറഞ്ഞാണ്. 4 ടാസ്ക് ഉണ്ട് ശരിയായിട്ട്. അതിലത്തെ 1 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ എന്താണ് 2 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. 3ാമത്തെ ടാസ്ക് എന്താ അറിയോ? നിങ്ങൾ എല്ലാവരും ശ്രീനാഥ് ഗെയിമർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്നാണ് ഗൈസ്. പിന്നെ അതാണ് ഗൈസ് പറഞ്ഞത്. പിന്നെയാണ് ആ വില്ലേജ് പോലുള്ള പണി ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങളുടെ 3ാമത്തെ ടാസ്ക് ആയ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്ത് അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻസ് ഡേ ട്രെയിൻ കിട്ടൂല. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ എന്താണ് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ പറയുമോ? അപ്പം ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാൻ നേരെ പോകാം. ഗൈസ് ആണെങ്കിൽ ഇതാണെങ്കിലോ സൂപ്പർ ഫാസ്റ്റ് ബൈക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുറേ ടൈം എടുക്കും വില്ലേജിലെത്താൻ. ഗൈസ് അല്ലെങ്കിൽ വേണ്ട, എന്തേലും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എന്താണ് ആ വീടിനെ കണ്ടെത്തി സഹിക്കും. പക്ഷെ അവിടെ പോകുമ്പോഴേക്കുമ്പോൾ ഈ സിറ്റിത്തെ മൊത്തം ബൈക്കും കാറൊക്കെ പൊട്ടിത്തെറിക്കും. അതിൽ ഏത് ചെയ്യണോ? ചെയ്യണോ?
ചെയ്തേക്കാം. വേണ്ട അല്ലേ ഗൈസ്? അത് വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ അവിടെ 2 സെക്കൻഡിന് ബോംബ് വെക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം 2 സെക്കൻഡിന് ബോംബ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ എന്താണ്, നമുക്കൊരു കാര്യം ചെയ്യുന്ന നേരെ പോകാം. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോകാം ഗൈസ്. ഇതാണെങ്കിലും ഒരു കാര്യം, ഇതാണെങ്കിലും എന്തൊരു കഷമാണിത്, എത്ര വലിയ പോകണ്ടേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോകാം ഗൈസ്. എത്ര ടൈമായി എന്നറിയാം നമ്മൾ പോകാൻ തുടങ്ങിയിട്ട്. എന്നിട്ടാണെങ്കിൽ എത്രയും ഇല്ല. നമ്മൾ ഷോർട്ട് കട്ട് എത്തിക്കുക ഗൈസ്. എന്തായാലും ഷോർട്ട് കട്ട് നീ ജസ്റ്റ് അത് വളഞ്ഞ് പോയിപ്പിച്ചിട്ട് ഇവിടെ വീട്ടിൻ്റെ മുമ്പ് കൂടെ പോയി. എനിക്കറിയാം ഇതിൻ്റെ ഷോർട്ട് കട്ടൊക്കെ. അല്ല എന്തൊരു കഷ്ടം. ഈ ഫിൽസ് നേരത്തെ മനസ്സിലാക്കി. അപ്പൊ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാൻ നേരെ പോകാം. ശരാണി ഇത് ആണെങ്കിൽ ഇവിടെ എത്തുന്നില്ല, കുറെ നേരം ഡ്രൈവിങ് തുടങ്ങിയിട്ട്. അങ്ങനെ അവസാനം ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ല നമ്മളെ അപ്രതീക്ഷന്റെ വീണ്ടും കാണല്ലോ. അപ്രതീക്ഷനെ നിങ്ങൾ വാ, ഞങ്ങള് വരട്ടെ. വല്ല പ്രശ്നം ഉണ്ടോ? എന്ത് പ്രശ്നാണ്? നിങ്ങൾ വാ, കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം, നിങ്ങൾ രണ്ടാളും വാ. അല്ല ഇവിടെ ആര് കാണാത്ത? ഓയോള് വീണ്ടും മുങ്ങി. ഹലോ, ബേർഡ് നമ്പർ 1 2 3. നീ ശരി എന്താടാ ഇടക്കിടയ്ക്ക് പോവുക ഇടക്കിടയ്ക്ക് വരും ചെയ്യണ്? ഒന്നുമില്ല, ഇതൊക്കെ എന്റെ തന്ത്ര ഇതെന്നോട് ചോദിക്കാൻ നീ കേട്ടോ. ഈ പനിയെ കൊണ്ട് തന്ത്രം അല്ല. ഞാൻ എല്ലാ ടാസ്കും ചെയ്തു. നിങ്ങൾ ഇതാക്കിയോ? നീ ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. ലൈക്ക് സബ്സ്ക്രൈബ് അത് ഞാൻ ചെയ്യാൻ പറഞ്ഞിരിക്കണേ, ഒരു പക്ഷെ ചെയ്തിട്ടില്ല. എന്തൊരു കഷ്ട ഗൈസ്. നിങ്ങൾ എന്ത് ചെയ്യാത്ത ലൈക്കും സബ്സ്ക്രൈബും വേഗം ചെയ്യേ. എന്തൊരു കഷ്ടാണ്. ഞാൻ നിന്റെ ചാനൽ നോക്കട്ടെ. എന്താടാ വേഗം നോക്ക്. ചെയ്തിട്ടു. അങ്ങനെ ഗൈസ് ഇനി നമുക്ക് ട്രെയിൻ എടുക്കാം. താങ്ക് യു ഗൈസ് എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതിനു. അല്ല ചേട്ടാ, ഇനി എവിടെ ട്രെയിൻ ഉണ്ടാവുക? ഇത് ട്രെയിൻ ഉണ്ടാവുക റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി. റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഭദ്രമായി ഇരിക്കുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ ട്രെയിന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നേരം പോവാം. ചേട്ടാ വല്ല പ്രൈസ് ഉണ്ടോ? ഈ ഇതൊക്കെ ചെയ്തതിൻ്റെ പ്രൈസ് തന്നെ ധാരാളം. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാൻ നേരെ പോകാം. പിന്നെ ട്രെയിന് ഇതിലെല്ലാം ഉണ്ടാവും, അവിടെ എല്ലാം ഉണ്ടാവുക. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലല്ലേ ഉണ്ടാവുള്ളൂ. ഇതാ ഒരു ട്രെയിൻ പോണു. നമുക്കെന്തായാലും ഒരു കാര്യം നേരം അങ്ങോട്ട് പോകാം. മിക്കവാറും സാധാ ട്രെയിൻ ഓടിക്കുന്നതിൻ്റെ അവിടെ അല്ലേ ഉണ്ടാവുക. ഇതിൻ്റെ റെയിൽവേൻ്റെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കാണാനുമില്ലല്ലോ. യെസ്, അങ്ങനെ ഗൈസ് നമ്മുടെ ട്രെയിൻ ഫൈനലി വന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ട്രെയിന്? കണ്ട, നമ്മുടെ പച്ചയും ഓറഞ്ചിൻ്റെ നടുക്ക് എന്താ നമ്മുടെ വെള്ള കളറ്, അതിൻ്റെ നമ്മുടെ അശോക സ്തംഭത്ത്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ട്രെയിൻ? അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി കൂടി ഒന്ന് ഓടിച്ചാലോ? എന്താണ് ഇത്രയും ചെയ്ത് അവസാനം ഇത് ഓടിക്കാതിരിക്കും, അത് മോശമല്ലേ ഗൈസ്? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് ഓടിക്കാം. ഇതാണെങ്കിലും എൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതന്നെ ഓടിക്കാം. എടാ വേക്കേ എന്തുവാടാ? ഇവന്മാര് എടാ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് എടേ നിങ്ങളോട് ഇങ്ങോട്ട് വേണേ. എടേ ഞങ്ങള് പിഴച്ച പിഴ പോലെ ഇരിക്കടാ. കേറി ഗൈസ് ഇവന്മാര് കേറിണ്ട്. അയ്യോ
എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതാണല്ലേ മുമ്പ് ഭാഗം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇതാ പോകുന്നു. ടാടാടാടാ. എൻ്റെ അമ്മോ, നമ്മളിത് റെയിൽവേ കൂടെ പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വഴിയും തെറ്റുണ്ട്. എൻ്റെ അമ്മോ, എനിക്ക് പേടിയുണ്ട് ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിൻ ഓടിക്കുന്നത്. അല്ല, ഇത് റെയിൽവേ എല്ലാം പോകാൻ പറ്റുമോ? ഇത് റെയിൽവേ കൂടെ അല്ലാതെ ഇത് ട്രെയിൻ സ്പെഷ്യൽ കാറാണ്. പറ്റും ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പാർക്ക് ചെയ്യാം. എൻ്റെ അമ്മ സീന് വണ്ടിട്ടാ, സീന് വണ്ടി. അപ്പോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നേരെ പോവാം. ഇനി ഗൈസ് നമ്മൾ ഒന്നിരാടാണ് എന്താണ് ഇതിൻ്റെ വീഡിയോസ് ഇടുക. ഇന്ന് പെട്ടില്ല, ഇനി നോളിട്ടില്ലേ, മറ്റന്നാൾ ഇടും. അങ്ങനെയാണ് ഇനി ഇനി മുതലിടാൻ പോട്. എന്താണ് അങ്ങനെ ഇത് നിങ്ങൾ ഒന്നും കാണുമല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത്. അപ്പോൾ 12 ദിവസമെങ്കിലും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഗൈസ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 10 ദിവസത്തിൻ്റെ ഇടയിൽ, 9 ഒരു കൊല്ലമൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യുന്ന നേരെ ഇറങ്ങാം. ഇപ്പന്മാര് കേറിയില്ലേ? കേറി തോന്നുന്നു ഗൈസ്. ഇപ്പന്മാർക്ക് മടിയാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കന്നെ ചെയ്യുള്ളൂ രണ്ടാളും. എന്തൊരു കഷ്ടമാണ്. മടിക്കനും. അപ്പം ഗൈസ്, എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും ബൈ. ഫോർ വാച്ചിങ്.